everyone, welcome to the world of literature. Hope you all are fine and safe. So let's begin our journey with literature. Let me ask you one thing in the beginning. What are the reasons that drive you to take this particular course or program, literature? Or why you are attracted towards literature? In a plain way, your answers might be you love literature, you like stories, you like poems. Everywhere in these poems, in these stories, dramas and all that, in all those things you could find life. So basically, you all love your life. Literature has got many definitions, but in a peripheral way we could say that literature deals with, or literature reflects human life. Human life എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരിക്കും? Human emotions, feelings, their dreams, their fantasies, imagination and everything. അപ്പോൾ മനുഷ്യൻ്റെ വികാരങ്ങളെയും അവൻ്റെ വിചാരങ്ങളെയും അവൻ്റെ ചിന്തകളെയും ഭാവനകളെയും അവൻ്റെ സങ്കല്പങ്ങളെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് സാഹിത്യം എന്ന് പറയുന്നത്. ഇൻ എ വെരി ബേസിക് ലെവൽ, വാട്ട് ഈസ് ലിറ്ററേച്ചർ? ലിറ്ററേച്ചർ ഈസ് ആൻ ആർട്ട്, കലയാണ്. പലതരത്തിലുള്ള കലകളെ നമുക്ക് പരിചിതമാണ്. അതിപ്പോൾ സംഗീതമാണെങ്കിലും നൃത്തമാണെങ്കിലും മ്യൂസിക്, ഡാൻസ്, ആക്ടിങ്, പെയിൻറ്റിങ്, സ്കൾപ്ചർ, അതുപോലെ തന്നെയുള്ള ഒരു കലയാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോം ഇസ് ഡിഫറെൻറ്റ്. ഇൻ ലിറ്ററേച്ചർ വി കുഡ് സീ ആർട്ട് ഇൻ വേർഡ്സ്. വാക്കുകളിലൂടെ കലയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പോർട്രേ ചെയ്യുന്ന ഒന്നാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ് ത്രൂ വേർഡ്സ്. ആർട്ട് ഇൻ വേർഡ്സ് ഇസ് കോൾഡ് ആസ് ലിറ്ററേച്ചർ. ഇനി അതിലും ഒത്തിരി വകഭേദങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ, സാഹിത്യം എന്ന് പറയുമ്പോൾ അതിൽ ജീവിതം എന്ന് പറയുന്നത്, ഈ ജീവിതത്തെ പലതരത്തിലാണ് ആൾക്കാർ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ചിലർ ഇമോഷൻസിനെയൊക്കെ വരികളിലൂടെ, പദ്യങ്ങളിലൂടെ നമുക്ക് മുന്നിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ചിലരത് കഥകളിലൂടെ എക്സ്പ്രസ് ചെയ്യാറുണ്ട് അല്ലേ? ചിലരത് കുറച്ചും കൂടെ ഭാവപ്രകടനങ്ങളും അഭിനയങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് നാടകരൂപേണ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കാറുണ്ട്. ആൻഡ് വെൻ ദ പ്ലോട്ട് ഇസ് ടു ലാർജ്, വെൻ ദ സെറ്റിംഗ് ഈസ് വെരി മച്ച് knitted or very much complex, if it has got a lot of characters, it would turn into a novel. ഇനി അതിലും ഒരുപാട് ദൈർഘ്യമുള്ള പദ്യരൂപേണയുള്ള നറേഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം ആൻ എപ്പിക്. അങ്ങനെ പല തരത്തിലാണ് സാഹിത്യം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. The different literary genres. Okay, let's come to that part. What are the different literary genres that you might know? Poetry, of course. Then there will be stories, fiction, drama, then other prose writings. ബേസിക്കലി പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലാണ് ഇതിനെ തിരിക്കാനായിട്ട് സാധിക്കുന്നത്. ഏറ്റവും ബേസിക് ലെവലിൽ ഇത് പലരും പലതരത്തിലായിട്ട് ഇതിൻ്റെ ഡിഫറൻസിയേഷൻസ് പറഞ്ഞു പോകുന്നത്. ലിറ്റററി ജാനേഴ്സിന് നമുക്ക് ആദ്യം ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് രണ്ട് രൂപത്തിലാണ്. ദാറ്റ് ഈസ് പോയട്രി ആൻഡ് പ്രോസ്. ഗദ്യവും പദ്യവും. അപ്പോൾ ഗദ്യരൂപം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനധികം മെട്രിക്കലായിട്ടുള്ള ഫോമാറ്റൊന്നും ഇല്ലാതെ വളരെ പ്ലെയിനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകാം. പക്ഷേ വേർഡ്സ്വർത്തിൻ്റെയൊക്കെ ഭാഷയിൽ അവിടെയും പ്ലെയിനായിട്ടല്ല, കാവ്യാത്മകമായിട്ട് തന്നെ പറഞ്ഞു പോകുന്ന പ്രോസും ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. എനിവേ, പോയട്രി കുറച്ചും കൂടെ ഈണവും താളവും ഒക്കെ കൊടുത്തുകൊണ്ട് കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് കാര്യങ്ങളെ പറഞ്ഞു പോകുന്ന ഒന്നായിട്ട് നമുക്ക് പോയട്രിയെ കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് വി ഹാവ് സ്റ്റോറീസ് നറേറ്റഡ് ത്രൂ പോയട്രി ഇൻ ദ ബിഗിനിങ്. പണ്ട് കാലത്ത് നോക്കുകയാണെങ്കിൽ കവിത രൂപേണ തന്നെയാണ് ആളുകളുടെ കഥകൾ പറഞ്ഞു പോയത്. പിന്നീട് അതിന് കഥ എന്ന രൂപത്തിൽ നമ്മൾ വേറൊരു ജാനറായിട്ട് സങ്കല്പിക്കുകയും വി കോൾ ഇറ്റ് ആസ് സ്റ്റോറീസ്. അതിൽ തന്നെ ഷോർട്ട് സ്റ്റോറീസും ഉണ്ട്, ലോങ് സ്റ്റോറീസും ഉണ്ട്. ടു ലോങ് ആയിക്കഴിഞ്ഞാൽ നമ്മളതിനെ നോവൽസ് എന്ന് വിളിക്കുന്നു. ഇനി ഈ കഥകളുടെയൊക്കെ ഇനാക്ട്മെൻറ്റ് ഓർ പെർഫോമൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡ്രാമാസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇതൊന്നും കൂടാതെയും നമുക്ക് ഒത്തിരി റൈറ്റിങ്സ് വേറെ ലിറ്ററേച്ചറിൽ കാണാനായിട്ട് സാധിക്കും. ദ വിൽ ബി ഡയറീസ് അല്ലേ? ഇപ്പോൾ ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള തോട്ട് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം നമുക്ക് ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഡയറിക്കകത്തും മച്ച് എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു
ബിറ്റ് എലിവേറ്റഡ് ആയിട്ടുള്ള തോട്ട് അതിലുണ്ട്, ഒരു ഇമാജിനേഷൻ അതിലുണ്ട്, ഒരു കോൺസെപ്റ്റ് പറയാനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ടേൺ ഇൻ ടു എ ലിറ്റററി വർക്ക്. Just like the diary of a young girl, where we could find the thoughts of a teenage girl, how she had gone through that period, that time in her secret annex and all that. സീക്രട്ട് അനെക്സിലൂടെ എങ്ങനെയാണ് ഒരു 15 വയസ്സുകാരി സർവൈവ് ചെയ്ത് അവളുടെ സ്വപ്നങ്ങൾ, അവളുടെ ഇമോഷൻസ്, അവളുടെ ടാൻട്രംസ് എല്ലാം അതിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഡയറി ഇത്രമാത്രം ശ്രദ്ധയാകർഷിക്കപ്പെട്ടത്. ആൻഡ് വൺ മോർ റെലവൻറ്റ് തിങ്, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ സെറ്റപ്പ്, ദ നാസി ജർമ്മനി ആൻഡ് ദിയർ ഹണ്ട്, ദ ജൂ ഹണ്ട്, which we could find in that beautiful work. അതുപോലെ തന്നെ ഒത്തിരി ഫീച്ചറുകൾ, ആർട്ടിക്കിൾസ്, ഒരുപാട് ആളുകളുടെ സ്പീച്ചസ്, മലാല യൂസഫായി, അതുപോലെ മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ സ്പീച്ച്, ആൽബർട്ട് ക്യാമുവിൻ്റെ സ്പീച്ച്, മദർ തെരേസ, ഒത്തിരി ആളുകളുടെ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നമ്മൾ ലിറ്ററേച്ചറിൽ കാണുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷനും കൂടെ കാണാൻ പറ്റും. ലിറ്റററി ജാനേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയട്രി, ദെൻ സ്റ്റോറീസ്, ഡ്രാമ, നോവൽസ് ആൻഡ് പ്രോസ് റൈറ്റിങ്സ്. ഏകദേശം അതിൻ്റെ ഒരു ഒറിജിൻ വൈസ് തന്നെയാണ് അതിൻ്റെ ആ ഒരു ഓർഡർ പോകുന്നത്. പോയട്രി എല്ലാം ആദ്യം വാമൊഴിയായിരുന്നു അല്ലേ, പിന്നീടാണത് വരമൊഴിയായി മാറിയത്. സ്പീച്ച് ബിഗാൻ അറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ഇറ്റ് വാസ് ഫോളോഡ് ബൈ ഡോക്യുമെൻറ്റിങ് എവറിത്തിങ് ആൻഡ് റൈറ്റിംഗ് കെയിം ആസ് സെക്കൻഡറി. സോ എല്ലാം വാമൊഴിയായിട്ടാണ് ആളുകളിലേക്ക് എത്തിയിരുന്നത്. അപ്പോൾ ആദ്യം പാട്ടുകൾ ഇങ്ങനെ പാടിയിരുന്നു, പല ആളുകളുടെയും കഥകൾ, പല ദൈവങ്ങളെക്കുറിച്ചുള്ള സ്തുതിപ്പുകളൊക്കെ ആയിട്ടാണ് ആദ്യം, കവിതകളാണ് ആദ്യം രൂപം കൊണ്ടിട്ടുള്ളത്. പിന്നെ ആ കവിതകളിലൂടെ പറഞ്ഞു പോകുന്ന കഥകൾ വരാൻ തുടങ്ങി. പിന്നെ അതിനൊക്കെ ജീവൻ കൊടുത്തുകൊണ്ടുള്ള അവതരണങ്ങൾ വന്നപ്പോൾ ഇറ്റ് ഹാഡ് ടേൺഡ് ഇൻ ടു ഡ്രാമാസ്, ഇനാക്ട്മെൻ്റ് ആയിട്ട് മാറി, പെർഫോമൻസ് ആയിട്ട് മാറി, ഒരു സെപ്പറേറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് അത് മാറി. ആൻഡ് ഒരു 19th സെഞ്ച്വറിയുടെ അടുത്തിട്ട് 18-19th സെഞ്ച്വറിയുടെ അടുത്തിട്ടാണ് നമ്മൾ നോവൽസിനെ കാണുന്നത്. പിന്നെ ബാക്കി ഈ പറയുന്ന ജേർണൽസ്, ഡയറീസ്, സ്പീച്ചസ് ആൻഡ് എവറിത്തിങ് ഇറ്റ് ടേൺഡ് ഇൻ ടു അനദർ, or we had contained everything in one box called as prose, essays and all that. ഇങ്ങനെ പോകുന്ന ലിറ്റററി ജാനേഴ്സിൽ വളരെ ബേസിക് ആയിട്ടുള്ള 2-3 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബുക്കിൽ ഡീൽ ചെയ്ത് പോകുന്നത്. ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ഇതിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇൻ ദ ഫസ്റ്റ് മൊഡ്യൂൾ we could see 2 kinds of writings, 2 forms of writing. 2 തരത്തിലുള്ള റൈറ്റിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടേംസ്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ഈ ഒരു പേപ്പറിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം, പെർട്ടിക്കുലർലി സ്പീക്കിംഗ് അബൌട്ട് മൊഡ്യൂൾ 1. Module 1 is divided into 2, that is syntax and the poetic. ഒന്ന് ഗദ്യങ്ങളെക്കുറിച്ച്, ഗദ്യത്തെക്കുറിച്ച്, അതായത് സെൻറ്റൻസസ്. സിൻടാക്സ് മീൻസ് ഇറ്റ് ഡീൽസ് വിത്ത് സെൻറ്റൻസസ്, ആൻഡ് പോയറ്റിക് ഇറ്റ് ഡീൽസ് വിത്ത് പോയട്രി, വാട്ട് ഓൾ ദാറ്റ് കംസ് ഇൻ പോയട്രി. ദിസ് ഇസ് നോട്ട് ആൻ ഇലാബറേറ്റഡ് സ്റ്റഡി. ദിസ് ഇസ് ജസ്റ്റ് എ ജിസ്റ്റ് ഓഫ് എവറിത്തിങ്, that all those things that you already know and few things that you have to learn. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പുതിയതായിട്ട് ഇവിടെ കാണുന്നതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനെ കുറച്ച് പദങ്ങൾ വെച്ചിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ സിൻടാക്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, സെൻറ്റൻസ് എന്ന് പറയുന്ന ഭാഗം ഞാൻ 2ാമതാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഐ ആം വെരി മച്ച് ഹാപ്പി ടു ബിഗിൻ വിത്ത്, ഓർ ഐ ആം വെരി മച്ച് ത്രിൽ ടു ബിഗിൻ വിത്ത് the poetry part, because we all love poetry. So what is this poetry basically? ഇപ്പോൾ സാധാരണ നമ്മളൊരു ദിവസം മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്, രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൽ മനോഹരമായിട്ടുള്ള ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്നു, മഞ്ഞുതുള്ളികൾ ഒക്കെ മനോഹരമായിട്ട് പുല്ലിൽ വീണ് കിടക്കുന്നുണ്ട്, അതുപോലെ തന്നെ സൂര്യരശ്മികളിങ്ങനെ താഴേക്ക് വന്ന് പതിക്കുന്നു, ചെറിയൊരു കാറ്റൊക്കെ വീശുന്നുണ്ട്, നമ്മളൊക്കെ വരുന്നു, ഇതൊക്കെ കാണുന്നു, പോകുന്നു. ഒരു കോമൺ മാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ര വലിയ ഒരു കാഴ്ചകളായിട്ട് മാറുന്നില്ല. അതേസമയം ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം ഈ പൂ വിരിയുന്നതും ആ പൂ വാടുന്നതും ആ പൂ വീണ് പോകുന്നതും ഒക്കെ വലിയ വലിയ ജീവിത സത്യങ്ങളെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന എക്സാമ്പിൾസായിട്ട് മാറുകയാണ്. സൂര്യരശ്മികൾ താഴേക്ക് വന്ന് പതിക്കുന്നതും അത് ആ ചില്ലകൾക്കിടയിലൂടെ ഊർന്നിറങ്ങുന്നതൊക്കെ
അസാധാരണമായ കാഴ്ചകളായിട്ടാണ് നമുക്ക് മുന്നിൽ കവികൾ അവതരിപ്പിക്കുന്നത്. ദാറ്റ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് പോയട്രി. പോയട്രി ഈസ് എ സ്പെഷ്യൽ വേ ഓഫ് എക്സ്പ്രസിങ് തിങ്സ്. വളരെ അസാധാരണമായിട്ടുള്ള രീതിയിലാണ്, വളരെ സാധാരണമെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളെയും കവികൾ അവതരിപ്പിക്കാറുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് പോയട്രി എത്രമാത്രം ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണവും. വീണ് കിടക്കുന്ന ഒരു പൂവിന്, ഇപ്പം നമ്മൾ നടന്നു പോകുമ്പോൾ ഒത്തിരി പൂക്കൾ വീണ് കിടക്കുന്നുണ്ടാവും അല്ലേ, താഴെ റോട്ടിലാണെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്താണെങ്കിലും. അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമോ അല്ലെങ്കിൽ ഒരു ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നുമായിട്ട് മാറുന്നില്ല. എന്നാൽ ആ വീണ് കിടക്കുന്ന പൂവിനെ നോക്കി ജീവിതത്തിലെ വലിയൊരു തത്വത്തെ, ഒരു ഫിലോസഫിയെ, ആ ലൈഫ് സൈക്കിളിൻ്റെ ഫിലോസഫിയെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ് കുമാരനാശൻ എന്ന് പറയുന്ന മഹാനായ കാൽപ്പനിക കവി. അല്ലെങ്കിൽ ഇപ്പോൾ കീറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ when he was having his breakfast he heard a nightingale singing. ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ അവിടെ നിന്ന് കസേര വലിച്ചുകൊണ്ട് പോയിട്ടാണ് കീറ്റ്സ് മുറ്റത്തൊരു പ്ലം ട്രീയുടെ താഴെ ഇരുന്ന് എന്തൊക്കെയോ കുത്തി കുറിക്കുന്നു, തിരിച്ചു വരുന്നു, ടേബിളിൻ്റെ മുകളിൽ പേപ്പർ എറിഞ്ഞിട്ട് പുള്ളി പോയി. And it was his friend Charles who took this paper and found that it was a beautiful poem, and he took the initiative to get it published. Thus we got the poem Ode to Nightingale, one of the best odes in English literature. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഇത്രയും പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയായിട്ട് അത് മാറുകയാണ് ഓഡ് ടു നൈറ്റിംഗേൽ. ആൻഡ് കവിത എഴുതിയിരിക്കുന്നത്, കീറ്റ്സ് എഴുതിയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, രാവിലെയാണ് എഴുതിയതെങ്കിൽ ദ സെറ്റിംഗ് വാസ് ഇൻ ദ മോർണിംഗ് ബട്ട് ദ പോയം സെറ്റിംഗ് ഇസ് ഇൻ ദ നൈറ്റ്, ഇസ് അറ്റ് ദ നൈറ്റ് ടൈം. രാത്രി നിലാവെളിച്ചം ഇങ്ങനെ മരച്ചിലകൾക്കിടയിലൂടെ ഊർന്നിറങ്ങുന്നതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ആ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു നൈറ്റ് ഇമേജറിയാണ് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ കവിത എഴുതിയിട്ടുള്ളത് പകലാണെന്ന് മാത്രം. അപ്പം ഇത്രയും വളരെ സിമ്പിൾ എന്ന് തോന്നുന്ന പല കാര്യങ്ങളെയും വളരെ തീവ്രമായിട്ട്, അതിപ്പോൾ സങ്കടമായിക്കോട്ടെ, ഏകാന്തതയായിക്കോട്ടെ, സന്തോഷമായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, വിരഹമായിക്കോട്ടെ, എന്തിനേയും അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് ഓരോ കവിയും ഓരോ വാക്കുകളിലൂടെയും ഓരോ വാങ്മയ ചിത്രങ്ങളിലൂടെയും ഇമേജസിലൂടെയൊക്കെ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. One example is my heart is on fire. Just consider that particular sentence, that particular line. My heart is on fire. അപ്പം മൈ ഹൗസ് ഇസ് ഓൺ ഫയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒക്കെ വീടിന് തീ പിടിച്ചു എന്നുള്ളതാണ്. എൻ്റെ ഹൃദയത്തിന് തീ പിടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഫയറിൻ്റെ അർത്ഥം മാറി. ഫയർ ഹാഡ് ടേൺഡ് ഇൻ ടു സംതിങ് വിച്ച് ഇസ് നോട്ട് ഇൻ ഇറ്റ്സ് പെരിഫറൽ മീനിങ്. തീ എന്നതിൽ നിന്ന് മാറി സംതിങ് other than that, a kind of intense emotion. It might be love, it might be lust, it might be revenge. എന്തു ആവാം. അല്ലെങ്കിൽ ഐ ലവ് യു എന്ന് പറയുന്നതിന് പകരം യു ആർ ലൈക്ക് ദ റെയിൻസ് ഇൻ ദ ഡെസേർട്ട് ടു മീ എന്നും കവികൾക്ക് പാടാം. വേനലിൽ ഒരു മഴ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം ഇത്തരത്തിൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ വളരെ അൺകോമൺ ആയിട്ട് അവതരിപ്പിക്കുന്നവരാണ് കവികൾ എന്ന് പറയുന്നത്. ആ കവിതയുടെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ കടന്നു പോകുന്നത്. ഓക്കെ, വാട്ട് ആർ ദ ബേസിക് തിങ്സ് എ പോയറ്റ് ഓർ എ പോയം വുഡ് ഡു? സാധാരണ ഒരു കവിത വായിക്കുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഇമോഷൻസൊക്കെ തന്നെയാണ് ബേസിക്കലി കവിതകളിലും കാണുന്നത്. പക്ഷെ അവിടെ നമ്മളെ കവിത ചിലപ്പോൾ വല്ലാതെ സർപ്രൈസ് ചെയ്യിക്കുന്നതും അതിലേക്ക് നമ്മൾ വളരെയധികം ഫാസിനേറ്റ് ചെയ്യിപ്പിക്കുന്നതായിട്ടുള്ള കുറേ ഘടകങ്ങളുണ്ട്. മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് 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 റോസ് എന്ന് റോബർട്ട് ബേൺസ് എഴുതിയപ്പോൾ അവിടെ മനോഹരമായ രീതിയിലാണ് പ്രണയത്തെ അദ്ദേഹം ആവിഷ്കരിച്ചത്. എൻ്റെ പ്രണയം എന്ന് പറയുന്നത് ഒരു റെഡ് 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 റോസാണെന്നാണ് റോബർട്ട് ബേൺസ് പറഞ്ഞത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചുവന്ന 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 റോസാപ്പൂവാണ്, പനിനീർ പുഷ്പമാണ് എൻ്റെ പ്രണയം. അപ്പോൾ അവിടെ പനിനീർ പുഷ്പത്തിൻ്റെ അല്ലെങ്കിൽ റോസിൻ്റേതായിട്ടുള്ള എല്ലാ എലമെൻസും ഉള്ളതാണ് എൻ്റെ പ്രണയമെന്ന് കവി അവതരിപ്പിച്ചത് ഒരു ഈസി ആയിട്ടുള്ള മാർഗത്തിലൂടെയാണ്. കൺസിഡറിങ് ഓൾ ദീസ് എക്സാമ്പിൾസ്, മൈ ഹാർട്ട് ഇസ് ഓൺ ഫയർ, ഓർ യു ആർ ലൈക്ക് ദ റെയിൻസ് ഇൻ ദ ഡെസേർട്ട് ടു മീ, ഓർ മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റെഡ് റോസ്, ഇവിടെയൊക്കെ പറയുമ്പോഴത്തേക്കും ആ ഒരു സാധാരണ വസ്തുക്കളുടെ അർത്ഥത്തിൽ നിന്ന് വിട്ടുമാറി ആ വരിയെ നമ്മൾ അതുപോലെ തന്നെ മൈ ഹാർട്ട് ഇസ് ഓൺ ഫയർ എന്ന് പറയുമ്പോൾ ഹൃദയത്തിന് തീ പിടിച്ചു, അവിടെ എങ്ങനെ തീ കത്തിപ്പിടിച്ചു എന്നുള്ളൊരു ലെവലിലല്ല നമ്മൾ ചിന്തിക്കുന്നത്. സംതിങ് ഈസ് ഡിസ്റ്റർബിങ് ദാറ്റ് പേഴ്സൺ. ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് ലവ്, ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് ലസ്റ്റ്, ഓർ ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് ഡിപ്പാർച്ചർ, ബ്രേക്കപ്പ്,
അങ്ങനെയുള്ള പല മീനിങ്ങിലേക്ക് നമ്മളെ വായനക്കാരെ കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട്. ഇങ്ങനെ കവിത പലപ്പോഴും നമുക്ക് തരുന്ന ഈ രണ്ട് തരത്തിലുള്ള ആശയങ്ങൾ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കൊണോട്ടേറ്റീവ് ആൻഡ് ഡിനോട്ടേറ്റീവ് ലെവൽ. ഡിനോട്ടേറ്റീവ് മീൻസ് വളരെ സർഫസ് ആയിട്ടുള്ള മീനിങ്. ഓക്കെ, മൈ ഹാർട്ട് ഇസ് ഓൺ ഫയർ, ഹൃദയത്തിന് തീ പിടിച്ചു. ദാറ്റ് ഈസ് ദി ഡിനോട്ടേറ്റീവ് മീനിങ്. ബട്ട് സംതിങ് ലൈസ് ബിനീത്ത് ദാറ്റ് കൊണോട്ടേറ്റീവ് മീനിങ്. അതിന് കുറച്ചും കൂടെ ഡെപ്ത് ആയിട്ടുള്ളൊരു മീനിങ്, അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നൊരു മീനിങ് കൂടെ ആ വാക്കുകൾക്കുണ്ട്. ദാറ്റ് മീൻസ് ഹീ ഈസ് ഡിസ്റ്റർബ്ഡ് എന്നൊരു മീനിങ് കൂടെ നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് ആസ് കൊണോട്ടേറ്റീവ് ആസ്പെക്റ്റ് ഓർ കൊണോട്ടേറ്റീവ് മീനിങ് ഓർ കൊണോട്ടേറ്റീവ് ലെവൽ. സാധാരണ കവിതകളിൽ ഇങ്ങനെ ഓരോ വരിയും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ പല കവിതകളിലും രണ്ട് ലെവൽ ഓഫ് മീനിങ് നമുക്ക് ലഭിക്കും. ദാറ്റ് ഇസ് ഫസ്റ്റ് വൺ ഇസ് ഇറ്റ്സ് പ്ലെയിൻ മീനിങ്, ഡിനോട്ടേറ്റീവ് ലെവൽ. ദ സെക്കൻഡ് വൺ ഇസ് കൊണോട്ടേറ്റീവ് ലെവൽ. മനോഹരമായിട്ടുള്ള കീറ്റ്സിൻ്റെ നേരത്തെ മെൻഷൻ ചെയ്ത ഓട്ട് നൈറ്റിംഗേൽ എന്ന് പറയുന്ന കവിതയിലെ അവസാനത്തെ വരി ഡു ഐ വെയ്ക്ക് ഓർ സ്ലീപ്പ് എന്നതാണ്. ഡു ഐ വെയ്ക്ക് ഓർ സ്ലീപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഉണരണോ ഉറങ്ങണോ എന്നുള്ളതാണ് അതിൻ്റെ ഡിനോട്ടേറ്റീവ് ആയിട്ടുള്ള മീനിങ്, അതിൻ്റെ പെരിഫറലായിട്ടുള്ള മീനിങ്. പക്ഷെ അതിന് വളരെ കൊണോട്ടേറ്റീവ് ആയിട്ടുള്ള മീനിങ് ആ കവിത മുഴുവൻ വായിച്ച് കഴിയുമ്പോൾ, അതോടൊപ്പം കീറ്റ്സിൻ്റെ ബയോഗ്രഫിയും കൂടെ, അദ്ദേഹത്തിൻ്റെ ലൈഫും കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ചെറിയ വരിയിൽ എത്രമാത്രം ഡീപ്പറായിട്ടുള്ള ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹിസ് ലൈഫ് വാസ് ഫുൾ ഓഫ് ട്രാജഡി ആൻഡ് ഹി റോട്ട് ദിസ് പോയം ജസ്റ്റ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് ബ്രദർ. He was trained as a doctor. Keats, John Keats, the very youngest of the romantic poets. അദ്ദേഹം ഒരു ഹാഫ് ട്രെയിൻഡ് ഡോക്ടറാണ്. സോ ഹി വാസ് ദ വൺ ഹൂ ടേക്ക് കെയർ ഓഫ് ഹിസ് ബ്രദർ ടോം ഫ്രം കൺസംഷൻ. ബട്ട് ഹിസ് ബ്രദർ ഡൈഡ് ആൻഡ് സൂൺ ആഫ്റ്റർ ഹി ഗോട്ട് ഇൻഫെക്റ്റഡ് ഹി ടു ഡൈഡ് വിത്തിൻ ഫ്യൂ ഇയേഴ്സ്. അപ്പോൾ തൻ്റെ ബ്രദറിൻ്റെ ആ ഒരു മരണം, തൻ്റെ ഫാമിലിയിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയായിട്ടുള്ള ബ്രദറിൻ്റെ മരണം, ബ്രദറും കൂടെ വിട്ടുപോകുമ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ലവ് ഫെയിലിയറും കൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും താങ്ങാൻ പറ്റാതിരിക്കുന്ന ജീവിത വ്യഥകളിൽ നിന്ന് രക്ഷപ്പെടണം എന്നാഗ്രഹിക്കുന്നൊരു വ്യക്തി എഴുതുമ്പോൾ ആ വരികളുടെ ഡെപ്ത് കൂടുതലായിരിക്കും. ഡു ഐ വെയ്ക്ക് ഓർ സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ജീവിതം എന്ന് പറയുന്ന ഈ റിയാലിറ്റിയിലേക്ക്, യാഥാർത്ഥ്യത്തിലേക്ക് ഞാൻ വരണമോ, അതോ സ്വപ്നങ്ങളും ചിന്തകളും ഭാവനകളും ഒക്കെയുള്ള കവിതയാകുന്ന ലോകത്തിലേക്ക് ആയിട്ട് ഞാൻ പോകണമോ, ഉറങ്ങണമോ എന്നാണ് കവി അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ആ വരിയുടെ ഏറ്റവും പെരിഫറലായിട്ടുള്ള ഡിനോട്ടേറ്റീവ് ലെവലിൽ നോക്കുമ്പോഴത്തേക്കും ഉറങ്ങണോ ഉണരണോ എന്നുള്ള മീനിങ് ആണ് ഒരാൾക്ക് കിട്ടുന്നതെങ്കിൽ, അതിൻ്റെ കൊണോട്ടേറ്റീവ് ലെവലിൽ ഒത്തിരി ഇൻ്റർപ്രിട്ടേഷൻസ് ആ വരി നമുക്ക് തരുന്നതായിട്ടുണ്ടായിരിക്കും. ഓർ വളരെ ഫേമസ് ആയിട്ടുള്ള ഷെല്ലിയുടെ വരികൾ, ഓർ ടു വെസ്റ്റ് വിൻഡിലെ ലാസ്റ്റ് ലൈൻ, വിൻ്റർ കംസ് ക്യാൻ സ്പ്രിങ് ബി ഫാർ ബിഹൈൻഡ്. നമുക്ക് ഒത്തിരി പരിചയമുള്ളൊരു വരിയായിരിക്കും അത്. ഇഫ് വിൻ്റർ കംസ് ക്യാൻ സ്പ്രിങ് ബി ഫാർ ബിഹൈൻഡ് എന്നുള്ളത്. Winter definitely a season in which everything would be dead, cold and darkness, loneliness. അങ്ങനെ കുറേ ലിറ്ററേച്ചറിൽ കുറേ അർത്ഥതലങ്ങളുള്ളതാണ് ഈ പറയുന്ന സീസൺസ് ആയിക്കോട്ടെ, പല നിറങ്ങൾക്കും അല്ലേ. സോ വിൻ്റർ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിൻ്ററിന് ശേഷം അടുത്ത സീസൺ, ഈ സൈക്കിൾ ഇങ്ങനെ സീസൺ സൈക്കിൾസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിഗിനിങ് ഫ്രം സ്പ്രിങ്, സമ്മർ, ഓട്ടം, വിൻ്റർ. എല്ലാം മനോഹരമായിട്ട്, എല്ലാം പുഷ്പിച്ച് കായ്ച്ച് ഫലഭൂയിഷ്ടമായിട്ട് നിൽക്കുന്ന, നമ്മൾ വിഷുവൊക്കെ ആഘോഷിക്കുന്ന സ്പ്രിങ് സീസണുണ്ട്. സ്പ്രിങ്ങിനെ ഫോളോ ചെയ്തിട്ട് സമ്മർ സീസണുണ്ട്. സമ്മറിൻ്റെ അത് അതിൻ്റെ ഇപ്പോൾ വെസ്റ്റേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സമ്മർ സീസൺ എന്ന് പറയുമ്പോഴത്തേക്കും വളരെയധികം എന്താ പറയുക, അവർക്ക് ഒരുപാട് കോൾഡ് ഉള്ളൊരു ടൈം എക്സ്പീരിയൻസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. സോ ഫോർ ദം സമ്മർ ഈസ് എ സീസൺ ഓഫ് ഫെസ്റ്റിവൽസ്, എ സെലിബ്രേഷൻ, ഗാദറിങ് ആൻഡ് ഓൾ ദാറ്റ്. സോ സമ്മറിനെ ഫോളോ ചെയ്തിട്ട് എല്ലാം മങ്ങി തുടങ്ങുന്ന, എല്ലാം യെല്ലോ ആൻഡ് മെല്ലോ ആയിട്ട് മാറുന്ന ഓട്ടം സീസൺ ഉണ്ട്. ഇല പൊഴിഞ്ഞ് തുടങ്ങുന്ന ആ ഒരു സീസൺ ഉണ്ട്. നൗ വി ആർ ഇൻ ദാറ്റ് സീസൺ, October 31st, Halloween and all that. And November onwards it begins the winter season. Everything will be dull, cold and dead and everything. അപ്പോൾ ഡെത്തിനെയൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നത് വിൻ്ററിനെയാണ്. അപ്പോൾ ഈ വിൻ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്പ്രിങ് വരില്ലേ എന്നാണ് കവി ചോദിക്കുന്നത്. സോ ദർ ഇസ് എൻ ഓപ്റ്റിമിസ്റ്റിക് തോട്ട് ഇൻ ഇറ്റ്. അതിൻ്റെ ഡിനോട്ടേറ്റീവ് ലെവലിൽ വിൻ്റർ കഴിഞ്ഞാൽ സ്പ്രിങ് വരും എന്ന് കവി ചോദിക്കണം. ഓക്കെ, കൊണോട്ടേറ്റീവ് ലെവലിൽ ഒരു മോശം നേരം ഉണ്ടെങ്കിൽ അതിനെ തുടർന്ന് എന്തും വരും, നല്ല കാലവും വരും. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആണെങ്കിൽ തീർച്ചയായിട്ടും നത്തിങ് ഈസ് കോൺസ്റ്റൻറ്റ്, നത്തിങ് ഈസ് പെർമനൻറ്റ്, ഫ്ലീറ്റിംഗ് ആണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് മാറി
നല്ലൊരു ടൈം വരും. സന്തോഷം എപ്പോഴും ഉണ്ടാവണമെന്നില്ല, സങ്കടം എപ്പോഴും ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഇതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും എന്നുള്ളൊരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള തോട്ടോട് കൂടിയിട്ടാണ് ആ കവിത അവസാനിക്കുന്നത്. മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റെഡ് റോസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ചുവന്നൊരു പൂ മാത്രമല്ലത്, ചുവപ്പ് എന്നുള്ളതിൻ്റെ ഒത്തിരി അർത്ഥങ്ങൾ വരുന്നുണ്ട്. റെഡ് വിച്ച് ക്യാൻ ബി കണക്റ്റഡ് ടു ബ്ലഡ് ദാറ്റ് ഗിവ്സ് ലൈഫ്. സോ മൈ ലവ് ഇസ് ലൈക്ക് മൈ ലൈഫ്. Or red which is associated with revolutions and all that. So my love, it is very much revolutionary. So ഒരു നിറത്തിന്, ഒരു വസ്തുവിനെ എന്തൊക്കെ തലങ്ങളിൽ ചിന്തിക്കാൻ പറ്റും എന്നുള്ളതാണ് കവികൾ ഉപയോഗിക്കുന്ന ഈ ഇമേജസിനും ഈ വേർഡ്സിനും ഒക്കെയുള്ള ഇമ്പോർട്ടൻസ് വരുന്നത്. ആൻഡ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലേക്ക് വരുമ്പോൾ വി ക്യാൻ സീ ദാറ്റ് ദേ ആർ ഗിവിങ് എ ലോട്ട് ഓഫ് കമ്പാരിസൺസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലവ് ആസ് റെയിൻ ഇൻ ദ ഡെസേർട്ട്, or like a red rose, or my heart is on fire എന്ന് പറയുന്നുണ്ട്, or I am just like I'm lonely as I'm wandering lonely as a cloud എന്ന് പറയുന്നുണ്ട് വേർഡ്സ്വർത്ത് ഡാഫഡിൽസ് എന്ന് പറയുന്ന കവിതയിൽ. സോ ഇവിടെയൊക്കെ കവികൾ ചെയ്യുന്നത് they are comparing one thing with the other thing. ഇമോഷനെ കാണിക്കാനായിട്ട്, അവരുടെ ഫീലിങ്ങിനെ കാണിക്കാനായിട്ട്, സ്വപ്നങ്ങളെ കാണിക്കാനായിട്ടൊക്കെ, അവരുടെ തോട്ട്സ് കാണിക്കാനായിട്ടൊക്കെ ഒന്നിനെ മറ്റൊന്നിനോട് കമ്പയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള കമ്പാരിസൺസ് പലപ്പോഴും കവിതകളിൽ നമ്മൾ കാണുന്നത് പലതരത്തിലുള്ള ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിലൂടെയാണ്. ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്താണ്? ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് യൂസേജസ്, ഡിഫറെൻറ്റ് ബ്യൂട്ടിഫുൾ ഡെക്കറേറ്റീവ് വേർഡ്സ്, ആലങ്കാരികമായിട്ടുള്ള ഭാഷ, കവിതകളിൽ ഉപയോഗിക്കുന്ന ആലങ്കാരിക ഭാഷകൾ, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. സോ വിച്ച് ആർ ദ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ദാറ്റ് യു മേ നോ? സിമിലീസ്, ഡെഫിനറ്റ്ലി. മെറ്റഫേഴ്സ്, ഹൈപ്പർബോൾ, പെർസോണിഫിക്കേഷൻ, ഓക്സിമറോൺ, എപ്പിതെറ്റ്, ട്രാൻസ്ഫർ എപ്പിതെറ്റ്, സിനെക്ഡോക്കി, ഒത്തിരി ഉണ്ട് അല്ലേ? നമുക്ക് ഒത്തിരി അധികം ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ഈ ഭാഗത്ത് കാണാനായിട്ടില്ല. വളരെ കുറച്ച് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിലൂടെ മാത്രമാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് ഡീൽ ചെയ്യാനായിട്ടുള്ളത്. സി, ഐ ഗിവ് യു ആൻ എക്സാമ്പിൾ. ദ അസീറിയൻ കെയിം ഡൗൺ ലൈക്ക് ദ വൂൾഫ് ഓൺ ദ ഫോൾഡ്, ആൻഡ് ഹിസ് cohorts were gleaming in purple and gold, and the sheen on their spears was like stars on the sea, and the blue wave rolls nightly on deep Galilee. ബൈറൻ്റെ മനോഹരമായിട്ടുള്ളൊരു കവിതയാണ്, കവിതയിലെ വരികളാണ്, എക്സ്ട്രാക്റ്റാണ്. അതിൽ അസീറിയൻ കിങ് അദ്ദേഹത്തിൻ്റെ വരവിനെ കാണിക്കും. സോ അസീറിയൻ കിങ് എങ്ങനെയാണ് വന്നത്? ഹി വാസ് ജസ്റ്റ് ലൈക്ക് എ വൂൾഫ്. അപ്പോൾ അദ്ദേഹത്തെ ഒരു വൂൾഫായിട്ടാണ് കവി കമ്പയർ ചെയ്തത്. സി, ദ പോയറ്റ് ഹി ഈസ് മേക്കിംഗ് എ സോർട്ട് ഓഫ് കമ്പാരിസൺ വിത്ത് ടു തിങ്സ്. ഹൗ ഹി കംസ്, ദ വേ ഹി വാക്സ്, ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് എ വൂൾഫ് ഓൺ ദ ഫോൾഡ്. ആൻഡ് ഹിസ് cohorts, അദ്ദേഹം ധരിച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ള ക്ലോക്ക്, രാജകീയമായിട്ടുള്ള വസ്ത്രങ്ങൾ, ഇറ്റ് വാസ് ഗ്ലീമിങ്, ഇറ്റ് വാസ് ബ്യൂട്ടിഫുള്ളി ഷൈനിങ് ഇൻ പേർപ്പിൾ ആൻഡ് ഗോൾഡ്. അപ്പോൾ അതിലുള്ള പലതരത്തിലുള്ള എംബ്രോയിഡറി വർക്ക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ കവിതയിലേക്ക് നമ്മൾ പോകുന്നില്ല, കവിതയുടെ മീനിങ്ങിലേക്ക് പോകുന്നില്ല. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ഇമേജസ്, വാട്ട് ആർ ദ തിങ്സ് ദ പോയറ്റ് ഹാഡ് യൂസ്ഡ്. ദാറ്റ്സ് ഓൾ വാട്ട് വി നീഡ് ഹിയർ. ആൻഡ് ദ ഷീൻ ഓൺ ദിയർ സ്പിയേഴ്സ് വാസ് ലൈക്ക് സ്റ്റാർസ് ഓൺ ദ സീ. ആൻഡ് ദ ഷീൻ ഓൺ ദിയർ സ്പിയേഴ്സ്, അവരുടെ കുന്തത്തിൻ്റെ അറ്റത്തുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള മൂർച്ചയേറിയ ഭാഗം, അതിൻ്റെ ആ ഒരു ഷൈനിങ്, ഇറ്റ് വാസ് ലൈക്ക് സ്റ്റാർസ് ഓൺ ദ സീ. അപ്പം ഇങ്ങനെ ആ സൈന്യം ഇങ്ങനെ വരികയാണ്, ഒരു സ്ഥലം ഇങ്ങനെ കീഴടക്കാൻ വേണ്ടിയിട്ട്, ഓരോരോ ഭാഗങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് രാജാവും അദ്ദേഹത്തിൻ്റെ പടയാളികളും കൂടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ വരവിൽ അവരുടെ ആ കുന്തമുന, അതിനെ എന്തായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ജസ്റ്റ് ലൈക്ക് ദ സ്റ്റാർസ് ഓൺ ദ സീ. കടലിലിങ്ങനെ നക്ഷത്രങ്ങളെ പോലെ, നക്ഷത്രങ്ങൾ തിളങ്ങുന്ന പോലെയാണ് ഈ അത്രയധികം ഉണ്ട് ഇങ്ങനെ മനോഹരമായിട്ടിങ്ങനെ വന്നിരിക്കുന്നത്. ആൻഡ് ദ ബ്ലൂ വേവ് റോൾസ് നൈറ്റ്ലി ഓൺ ഡീപ് ഗലീലി, ആൻഡ് ദിയർ മൂവ്മെൻറ്റ്, ദിയർ മാർച്ചിങ്, ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് ദ വേവ്സ്. ഇവിടെയൊക്കെ കുറേ കമ്പാരിസൺസാണ് കവി ചെയ്തിരിക്കുന്നത്. ദ പോയറ്റ് ഹാഡ് കമ്പയർഡ് വൺ തിങ് വിത്ത് ദ അതർ തിങ്. വാട്ട് ആർ ദ ഇമേജസ് ദാറ്റ് യു ഹാഡ് ഡിറൈവ്ഡ് ഫ്രം ദീസ് ലൈൻസ്? അസീറിയൻ കിങ്ങിനെ വൂൾഫായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഷീൻ ഓൺ ദിയർ സ്പിയേഴ്സ്, ഇറ്റ് ഈസ് കമ്പയർഡ് ടു stars on the sea. So the poet is making a comparison using one particular figure of speech. ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പണ്ടേ അറിയാവുന്നൊരു ഫിഗർ ഓഫ് സ്പീച്ചാണ്. വാട്ട് ഇസ് ഇറ്റ്?
when one uses like or as, that is called as simile. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉപമ എന്ന് പറയും. ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിക്കുക. ഇപ്പോൾ നിന്നെ കാണാൻ ഐശ്വര്യ റായെ പോലെയുണ്ട് അല്ലേ. സാധാരണ ബ്യൂട്ടി എന്നുള്ളതിൻ്റെ ഒരു ഇന്ത്യൻ എപ്പിറ്റം എന്ന് പറയുന്നത് ഐശ്വര്യ റായാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വേൾഡ് ലെവലിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ക്ലിയോപാട്ര. നീ എന്താ എത്ര അണിഞ്ഞൊരുങ്ങ, നീ എന്താ ഐശ്വര്യ റായാണ്. പിന്നെ ഉള്ളത് ഹൃതിക് റോഷനാണ് അല്ലേ. അത് പല മൂവീസിലുമൊക്കെ നമ്മൾ ആ ഒരു ഡിസ്കോഴ്സ് കണ്ടിട്ടുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഫോർ ദ സേക്ക് ഓഫ് യുവർ അണ്ടർസ്റ്റാൻഡിങ് ഐ ഹാഡ് സൈറ്റഡ് ദീസ് എക്സാമ്പിൾസ്. ഐശ്വര്യ റായെ പോലെ, നിന്നെ കാണാൻ ഐശ്വര്യ റായെ പോലെയാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിന്നെ കാണാൻ കജോളിനെ പോലെയാണ്, അല്ലെങ്കിൽ നീ ഒരു കഴുതയെ പോലെയാണെന്നൊക്കെ പറയുമ്പോൾ എ കമ്പാരിസൺ ഇസ് മെയ്ഡ്. സോ വെൻ വി യൂസ് ദിസ് പോലെ, ലൈക്ക് ഓർ ആസ് ദാറ്റ് പെർട്ടിക്കുലർ figure of speech, it is called as simile. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോൽ നിൻമുഖം എന്ന് പറയുന്ന പോലെ അല്ലേ. നിൻ്റെ മുഖം നല്ല ഇങ്ങനെ ചന്ദ്രനെ പോലെ തിളങ്ങുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം ഉപമ ഓർ സിമിലി ഇൻ ഇംഗ്ലീഷ്. ഇനിയിപ്പോൾ നീ ഐശ്വര്യ റായെ പോലെ ആണ് എന്ന് പറയാതെ നീ ഐശ്വര്യ റായ് തന്നെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് വിൽ ബിക്കം മെറ്റഫർ. യെസ്, രൂപകമായിട്ടത് മാറി. നീ അത് തന്നെയാണ്. ഇപ്പോൾ മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് 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 റോസ് എന്ന് പറയുന്നതിന് പകരം മൈ ലവ് ഇസ് എ റെഡ് 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 റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം മെറ്റഫർ. ഇന്നതിനെ പോലെയെന്നല്ല, ഇന്നത് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് മെറ്റഫറായിട്ട് മാറി. ഏറ്റവും ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പാരിറ്റീവ് ടെക്നിക്കാണ് പോയട്രിയിൽ കാണുന്ന രണ്ട് കമ്പാരിറ്റീവ് ടെക്നിക്സാണ് സിമിലി ആസ് വെൽ ആസ് മെറ്റഫർ. ഏറ്റവും ഈസി ആയിട്ട് പറയാനായിട്ട് സാധിക്കുന്ന രണ്ട് കമ്പാരിസൺസ്. അപ്പോൾ നിൻ്റെ പല്ലിനെ സ്റ്റാർസായിട്ട് മുല്ലമുട്ട് പോലെയാണെന്നൊക്കെ ആൾക്കാർ പറയാറുണ്ടാവും. All these are very basic level of comparison. Why this comparison is made? എന്തിനാണ് ഇങ്ങനത്തെ കമ്പാരിസൺസ് കവിതയിൽ ഉപയോഗിക്കുന്നത്? കാവ്യഭാഷ സാധാരണ ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിലൊത്തിരി ഇൻറ്റൻസിഫൈഡ് ആയിട്ടുള്ള ഇമോഷൻസ് കൺവേ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്രയും ഡീപ്പറായിട്ടുള്ള മച്ച് തോട്ട്, എലിവേറ്റഡ് തോട്ടാണ് പോയട്രിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എലിവേറ്റഡ് ആയിട്ടുള്ള തോട്ട് ഇങ്ങനെ അൺഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് പറഞ്ഞു തരുമ്പോഴത്തേക്കും ആളുകൾക്കത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് അതിനെ ആട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ചെറുപ്പത്തിൽ നമ്മൾ പഠിച്ചൊരു കുട്ടിക്കവിത പോലെ, ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഹൗ ഐ വണ്ടർ വാട്ട് യു ആർ, അപ്പ് അബവ് ദ വേൾഡ് സോ ഹൈ, ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ, ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ സ്കൈ. സോ വളരെ എളുപ്പത്തിൽ നമുക്ക് കൈ പിടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നൊരു സാധനമാണ്, നമുക്ക് കണ്ടുപരിചയമുള്ളൊരു സാധനമാണ് ഡയമണ്ട് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ പിക്ചറിങ് കണ്ടിട്ടുണ്ടാകും. ബട്ട് സ്റ്റാർസ്, ഇറ്റ്സ് ടു ഫാർ അവേ, വി ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് എൻ ഇല്യൂഷൻ ഓർ നോട്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റാർസ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. അത്രയധികം ലൈറ്റ് ഇയേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് അത് വരുന്നതെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. or you might have studied, you might have learned it in physics and all that. The birth of a star and the death of a star, what would it become after its death and all that. അപ്പോൾ ഇതൊക്കെ നമുക്ക് കേട്ടുപരിചയമുള്ള കാര്യങ്ങളാണ്. ഓഫ് കോഴ്സ് നമ്മൾ വിസിബിളി കാണുന്നുണ്ടെങ്കിൽ പോലും ഇറ്റ് ഇസ് നോട്ട് എ ടാൻജിബിൾ വൺ. സോ അതിനെ മറ്റൊന്നായിട്ട് കമ്പയർ ചെയ്ത് ഈസിയറാക്കി മാറ്റി തരുന്നു. So these sorts of comparisons we can find in poetry. വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ കാണിക്കാൻ, തൻ്റെ ആ ഒരു റെവല്യൂഷണറി തോട്ടിനെ കാണിക്കാൻ ഷെല്ലി ഉപയോഗിച്ചത് വെസ്റ്റ് വിൻഡിനെയാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള വിൻഡിനെയാണ്, കാറ്റിനെയാണ്. അല്ലെങ്കിൽ വളരെ സട്ടിലായിട്ടുള്ള ലൈഫിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തുന്ന കവിതയെ കീറ്റ്സ് ആട്രിബ്യൂട്ട് ചെയ്തത് നൈറ്റിംഗേലായിട്ടാണ്. ഏകാംഗനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ഏകാന്തതയുടെ തീവ്രതയെ കാണിക്കാൻ വേർഡ്സ്വർത്ത് തന്നെ കമ്പയർ ചെയ്തൊരു ലോൺലി ക്ലൗഡായിട്ടാണ്. ഐ വാണ്ടഡ് ആസ് എ ലോൺലി ക്ലൗഡ് ഇൻ ദ പോയം ഡാഫഡിൽസ്. അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ ഇമോഷൻ ഉണ്ടോ ആ ഇമോഷൻസിനെയൊക്കെ കമ്പാരിസണിലൂടെയാണ് നമുക്ക് പലപ്പോഴും കവികൾ തരുന്നത്. ടു മേക്കിംഗ് their unfamiliar concepts into a familiar one. So we could see these figures of speech for the comparisons. At first we had seen the simile and then the metaphor. One more example. We can go through one more example. Life is a broken winged bird that cannot fly. Her sorrows bit her heart.
ലൈഫ് ഇസ് എ ബ്രോക്കൺ വിങ്ഡ് ബേർഡ്. ലൈഫിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ബ്രോക്കൺ വിങ്ഡ് ബേർഡായിട്ടാണ്, ചിറകൊടിഞ്ഞ പക്ഷിയായിട്ടാണ്. ബിക്കോസ് ഒരുപാട് ജീവിത വ്യഥകൾ കാരണം അതിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ആ മുന്നോട്ട് പോകാൻ പറ്റാത്ത ജീവിതത്തിൻ്റെ ആ ഒരു സ്ട്രക്കായി നിൽക്കുന്ന സിറ്റുവേഷനെ കാണിക്കുന്നത് വളരെ ഈസി ആയിട്ട് എന്തിലൂടെയാണ്? ചിറകൊടിഞ്ഞ് നിൽക്കുന്നൊരു പക്ഷിയെ വെച്ചിട്ടാണ്. കാരണം എന്താ, ഒരു ചിറകൊടിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? അതിന് പറക്കാൻ സാധിക്കില്ല, അതിൻ്റെ മൂവ്മെൻറ്റ് അവിടെ ബ്ലോക്കായി. അപ്പോൾ ലൈഫ് ഇവിടെ സ്തബ്ധമാണ്, ഇവിടെ നിന്നു നിലച്ചു എന്നുള്ളതിനെ കാണിക്കാനായിട്ട് ദ പോയറ്റ് ഹാഡ് യൂസ്ഡ് എ ബ്യൂട്ടിഫുൾ മെറ്റഫർ. Life is a broken winged bird. If he had used life is like a broken winged bird, അതെന്തായി മാറും? സിമിലി ആയിട്ട് മാറും. ലൈക്ക് ഉപയോഗിക്കാത്തത് കൊണ്ട് ലൈഫ് ഇസ് എ ബ്രോക്കൺ വിങ്ഡ് ബേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതെന്തായി മാറി? മെറ്റഫറായി മാറി. We can discuss the further simples and figures of speech used in poetry in the next class. So you just go through the textbook, read the first few pages. The only thing you need here is to identify the figures of speech in each and every line of the poem. നിങ്ങൾക്ക് കിട്ടുന്ന ഏത് പോയമാണോ, ആസ് എ ഹോൾ പോയം ഓർ എൻ എക്സ്ട്രാക്ട് ഓഫ് ഇറ്റ്, അതിൽ വരുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ മെയിനായിട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യം. So I'll come in the next class with few more examples to deal with these figures of speech. Till then all of you take care, stay home and be safe. Bye.